ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്റ്റാൻ ഫുഡ്സിൻ്റെ റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് കമ്പനി മാർച്ച് 20 അനൗൺസ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഇത് BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഈ കമ്പനിയുടെ മറ്റ് ഡീറ്റെയിൽസൊന്നും നമുക്ക് NSEയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ BSE സൈറ്റിൽ പോയിട്ട് നമ്മളവിടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഇവൻറ്റ് അതുപോലെ അനൗൺസ്മെൻറ്റ് എന്നുള്ള ഒരു സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ റൈറ്റ്സ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട അവർ BSEയിൽ സമർപ്പിച്ചിട്ടുള്ള PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയും. അപ്പോൾ അതിൽ പറയുന്നത് 3,32,12,903 ഷെയറുകൾ അവർ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് ഷെയർ ഒന്നിന് 15 രൂപ നിരക്കിൽ വിതരണം ചെയ്യാൻ പോവുകയാണ് എന്നാണ്. അതായത് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ നമ്മൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് 3,32,12,903 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 49,81,93,545 രൂപയാണ്. അതായത് ഈ 49,81,00,000 രൂപ കിട്ടാൻ പോകുന്നത് ആ കമ്പനിക്കാണ്. അപ്പോൾ കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ റൈറ്റ്സ് ഇഷ്യൂ അവതരിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 50 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് ഒരു ഡിസ്കൗണ്ട് വിലയിൽ 5 രൂപ കുറച്ചുകൊണ്ട്, നിലവിലുള്ള വിലയായ 20-ൽ നിന്നും 5 രൂപ കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഷെയർ കൊടുത്തിട്ട് ആ 15 രൂപ ഓരോ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുക, അങ്ങനെ 50 കോടി രൂപ സമാഹരിക്കുക എന്ന ഒരു ഫണ്ട് സമാഹരണ യജ്ഞമാണ് യഥാർത്ഥത്തിൽ ഈ റൈറ്റ്സ് ഇഷ്യൂ. മാർച്ച് 20 റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 20 റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 20 അതിന് മുമ്പോ ആയിട്ട് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ മിസ്റ്റാൻ ഫുഡ്സിൻ്റെ ഷെയർ ഉണ്ടായിരിക്കണം. അതിനാനുപാതികമായിട്ടാണ് അവർ റൈറ്റ്സ് ഇഷ്യൂ അനുവദിക്കുക. അപ്പോൾ റൈറ്റ്സ് എൻറ്റൈറ്റിൽമെൻറ്റ് അഥവാ RE ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ റൈറ്റ്സ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. യു ക്യാൻ വാച്ച് ഇറ്റ് ആൻഡ് ഓൾ ദ ഡൗട്ട് റിഗാർഡിംഗ് റൈറ്റ്സ് ഇഷ്യൂ വിൽ ബി ക്ലിയർഡ് ഇൻ ദറ്റ് വീഡിയോ. അപ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡർമാരുടെ അക്കൗണ്ടിൽ മിസ്റ്റാൻ RE എന്ന പേരിൽ ഇന്ന് മുതൽ ഒരു ഷെയർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ RE എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്ന ഒരു ഷെയർ അല്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു റൈറ്റ് തരികയാണ് കമ്പനി. അപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ 16 വരെ ഈ RE അവിടെ തന്നെ കാണും. എന്നാൽ 16 കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് അപ്രത്യക്ഷമാകും. അപ്പോൾ മിസ്റ്റാൻ ഫുഡ്സിൻ്റെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഓരോ 31 ഷെയറിനും ഒരു ഷെയർ എന്ന രീതിയിലാണ് ഇത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടാകുക. അത് കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിൽ ഒരു ക്വാണ്ടിറ്റി എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ 3100 ക്വാണ്ടിറ്റി മിസ്റ്റാൻ ഫുഡ്സിൻ്റെ ഷെയർ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് കൂടാതെ ഒരു 100 RE ഷെയർ എന്ന പേരിൽ ഒന്ന് ക്രെഡിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ RE ഷെയറിൻ്റെ പ്രീമിയം 4.98 ആണ്. അപ്പോൾ എന്താണ് ഈ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ അനുവദിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 100 ഷെയർ എന്ന് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ ഈ 100 ഷെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. നിങ്ങൾക്കത് 15 രൂപ കൊടുത്ത് വാങ്ങണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്കത് ട്രേഡ് ചെയ്യാം. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിന് ഒരു പ്രീമിയം ഉണ്ടാവും. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാൻ 5 രൂപയ്ക്ക് അത് വാങ്ങാനും, കാരണം നമുക്കറിയാം 20 രൂപയാണ് ഇപ്പോൾ ഷെയറിൻ്റെ വില. അപ്പോൾ 15 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 രൂപ ലാഭം കിട്ടണം. അപ്പോൾ ആ ഒരു 5 രൂപ ലാഭം കിട്ടാനുള്ള ഒരു അവസരം കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ 5 രൂപയ്ക്ക് അത് വിൽക്കാം. ഇപ്പോൾ 4.98 ആണ് അതിൻ്റെ വില, നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള 100 RE നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. ഇത് നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന ഒരു പൈസയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഇൻവെസ്റ്റർക്കുള്ള ഒരു ബെനിഫിറ്റ്. ഇനി അഥവാ നിങ്ങളത് വിൽക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരവ് വെക്കാം. അപ്പോൾ ഈ 4.98 എന്നുള്ള ഈ വില ഓരോ ദിവസവും മാറും. അതായത് മിസ്റ്റാൻ ഫുഡിൻ്റെ നിലവിലുള്ള ഒറിജിനൽ പ്രൈസിൻ്റെ വില മാറുന്നതിന് അനുസരിച്ചിട്ട് ഈ പ്രീമിയം വിലയും മാറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഇന്ന് ഏകദേശം 9% ഒരു റാലി അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് ഈ മിസ്റ്റാൻ ഫുഡ്സിൻ്റെ ഷെയർ പ്രൈസിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇതിൻ്റെ പ്രീമിയം 39% വരെ ഉയരുകയുണ്ടായി. ഇനി നാളെ മിസ്റ്റാൻ ഫുഡ്സിൻ്റെ വില താഴ്ന്നാൽ ഈ പ്രീമിയവും താഴേക്ക് വന്നേക്കാം. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ഈ RE വിൽക്കണം, അല്ലെങ്കിൽ അത് ഡിമാറ്റ് അക്കൗണ്ടിൽ വാങ്ങണം. അപ്പോൾ 16-ാം തീയതി ഞാനിവിടെ പറഞ്ഞത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ അവസരം നമുക്ക് ലഭിക്കില്ല. കാരണം ഈ 500 രൂപ കിട്ടാനുള്ള ഈ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ 16-ാം തീയതി വരെ ഇതിൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഈ ഷെയർ ലാപ്സ് ആവും. ലാപ്സ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ അത് പോവുകയും ചെയ്യും. കൂടാതെ മിസ്റ്റാൻ ഫുഡ്സിൻ്റെ പ്രൈസ് ചിലപ്പോൾ 15 രൂപയിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം വില കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 15 രൂപയിൽ എത്താനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒന്നും ചെയ്യാതിരുന്നാൽ അത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ ഇവിടെ ഇനി നിങ്ങളത് വിൽക്കുന്നില്ലെങ്കിൽ, ആ RE വിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഈ RE നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഷെയറിൻ്റെ കൂടെ ഷെയർ ഒന്നിന് 15 രൂപ നൽകി വാങ്ങി, ഇപ്പോഴുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 3100 ഷെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ 100 ഷെയറും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ഷെയറിൻ്റെ എണ്ണം 3200 ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ മിസ്റ്റാൻ ഫുഡിൽ നിങ്ങളൊരു മൾട്ടി ബാഗർ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ അതൊരു ITCയോ അല്ലെങ്കിൽ മാരിക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും FMCG കമ്പനികളിലായിട്ട് അത് വളരും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചെറിയൊരു പ്രൊസീജിയർ അതിലുണ്ട്. അത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ ഈ RE നമുക്ക് അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ കഴിയില്ല. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നെറ്റ് ബാങ്കിങ് എന്നുള്ള ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ SBIയിൽ ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ സർവീസസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാറ്റ് ആൻഡ് ആസ്ബ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ആസ്ബ എന്ന് പറയുന്ന ഫെസിലിറ്റിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വിശദമായിട്ട് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റൈറ്റ്സ് ഇഷ്യൂവിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ആസ്ബ ഡിമാറ്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ആസ്ബ സർവീസസ് IPO എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ IPO ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം RE അനൗൺസ് ചെയ്ത കമ്പനികളുടെ ലിസ്റ്റ് കാണും. അതിൽ മിസ്റ്റാൻ ഫുഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പറുകളും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയും മറ്റും ആഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾ ഈ അക്കൗണ്ടിൽ നിന്ന് എത്രയാണോ ഇതിന് എമൗണ്ട് തുക വരുന്നത്, അതായത് നിങ്ങളിപ്പോൾ 100 എണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ 100 × 15 1500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ റൈറ്റ്സ് ഇഷ്യൂ അനുവദിച്ച് തരുന്നത് വരെ അത് ബ്ലോക്കായിട്ടുണ്ടാവും. അഥവാ നിങ്ങൾക്ക് റൈറ്റ്സ് ഇഷ്യൂ ഏതെങ്കിലും കാരണവശാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് SBIയിൽ അല്ല നിങ്ങളുടെ അക്കൗണ്ടിലും വേറെ ഏതെങ്കിലും അക്കൗണ്ട്, ഇപ്പോൾ ആക്സിസ് ബാങ്കിലോ അല്ലെ ICICI ബാങ്കിലോ അല്ലെ ഫെഡറൽ ബാങ്കിലോ ആണെങ്കിൽ അവിടെയൊക്കെ ഈ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ICICIയിലെ വിൻഡോസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ഇൻവെസ്റ്റ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ IPO, റൈറ്റ്സ് ഇഷ്യൂ, അതുപോലെ കോൾ മണി എന്ന 3 ഓപ്ഷൻ കാണും. അതിൽ ഈ റൈറ്റ്സ് ഇഷ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ്സ് ഇഷ്യൂ അനുവദിച്ച കമ്പനികളുടെ ലിസ്റ്റ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും നെറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർ വഴിയും നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ അവിടെ കൊടുക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടേതാകണം എന്ന് മാത്രം. അപ്പോൾ മിസ്റ്റാൻ ഫുഡ്സിൻ്റെ കുറിച്ച് അതിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. നിങ്ങൾക്കത് കൂടുതൽ മിസ്റ്റാൻ ഫുഡ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വ്യൂ എത്രമാത്രം ബുള്ളിഷാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണം ആ വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.